തൈക്കാട്ടുശ്ശേരി തലൂർ റോഡ് BM&BC നിലവാരത്തിൽ പുനരുദ്ധാരണം നടത്തിയതിന്റെ പൂർത്തീകരണം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്തു. റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. ലെവൽ ക്രോസുകൾ നമ്മുടെ നാട്ടിൽ യാത്രക്കാരുടെ സമയം ഒരുപാട് കവർന്നെടുക്കാറുണ്ട്. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി, അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റമുണ്ടായി. ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയായ ഒരു കാലമാണിത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 എണ്ണം നമ്മൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. 4 എണ്ണം ഇപ്പോൾ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ. 30ഓളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും സാധ്യമാവുകയാണ്. നഗര റോഡ് വികസന പദ്ധതി ലോകം തന്നെ അംഗീകരിക്കുന്ന നിലയിലായി മാറി. നമ്മുടെ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്റ്റ് സംവിധാനം, സുതാര്യത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മുമ്പാകെ ഇതിൻ്റെ കാലാവധിയും ആ കാലാവധിക്കുള്ളിൽ എന്ത് പറ്റിയാലും കരാറുകാർ അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരലുമൊക്കെ പച്ച നീല ബോർഡുകൾ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ കേരളത്തിൽ സ്ഥിരമായി കഴിഞ്ഞു. തൈക്കാട്ടുശ്ശേരി തലൂർ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. തൈക്കാട്ടുശ്ശേരി പ്രദേശമൊന്നും ഈ നവീകരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടില്ല. അത് നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. പ്രധാനമായും വല്ലച്ചിറയുടെ ഈ പ്രദേശങ്ങളാണ്. നെന്മണിക്കര പഞ്ചായത്തിൻ്റെ തലൂരിൻ്റെ കുറച്ച് പോർഷനാണുള്ളത്. ഇവിടെ 2 വർഷം മുമ്പുള്ള ബഡ്ജറ്റിലാണ് നമ്മൾ ഈ പണം, 3 വർഷം മുമ്പുള്ള ബഡ്ജറ്റിലാണ് ഇതിന് മുമ്പുള്ള, അതിന് തൊട്ട് മുമ്പുള്ള, അതിന് മുമ്പുള്ള MLA നിർദ്ദേശം അനുസരിച്ച് ബഡ്ജറ്റിൽ തുക നീക്കി വെച്ചത്. ഈ പഞ്ചായത്തിൽ മാത്രം 5 PW റോഡുകൾ നമ്മൾ നവീകരിച്ചു. 6 PW റോഡാണ് ഉള്ളത് ആകെ ഈ പഞ്ചായത്തിൽ. അതിൽ 5 നവീകരിച്ചു. ഒരെണ്ണം ബാക്കിയുള്ളൂ. അത് നമ്മുടെ ഈ പല്ലിശ്ശേരി റോഡില്ലേ, ആ പല്ലിശ്ശേരി റോഡ്, അതും ഇപ്പോൾ നവീകരിച്ചു. അത് BMBC ആയിട്ടില്ല. BMBC ആക്കാൻ ഇനി ഒരെണ്ണം ബാക്കിയുള്ളൂ. BMBC എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മിനുസുള്ള റോഡ്, നല്ല കനത്തിൽ BM വിരിച്ചും BC വിരിച്ചും അതിന് മുമ്പ് അതൊക്കെ കുത്തിമാന്തി എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ആ റോഡ് 2 സൈഡിലും കാനയൊക്കെ ഇട്ടുള്ള മികച്ച റോഡ്. ആ റോഡും അധികം വൈകാതെ നമ്മൾ നിർമ്മിക്കും. 2.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഉങ്ങിൻചുവട് നടന്ന ചടങ്ങിൽ അധ്യക്ഷനായ KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വല്ലച്ചിറ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമാപ്രകാശൻ, VT വിജയലക്ഷ്മി എന്നിവർ മുഖ്യാതിഥികളായി. പൊതുമരാമത്ത് വകുപ്പ് തൃശൂർ റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TN ജയശങ്കർ, രാജേഷ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശൈലേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ രജനീഷ്,
മെമ്പർമാരായ KV ബിന്ദു, വിൻസെന്റ് പിടിയത്ത്, ജ്യോതി പ്രവീൺ, CPM വല്ലച്ചിറ ആറാട്ടുപുഴ ലോക്കൽ സെക്രട്ടറിമാരായ CP ദാസൻ, NT സജീവൻ, CPI വല്ലച്ചിറ ലോക്കൽ സെക്രട്ടറി VA വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി K രാമചന്ദ്രൻ, പൊതുമരാമത്ത് റോഡ്സ് തൃശൂർ സബ് ഡിവിഷൻ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് MR അനു എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് സർക്കാർ പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കുന്നത്.